വരമ്പിലൂടെ മാത്രം നടക്കാൻ കഴിഞ്ഞിരുന്ന കാലം തൃശൂർ കൂട്ടാല നിവാസികൾക്ക് ഇപ്പോൾ ഓർമ്മ മാത്രമാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയിലധികം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ശ്രീധരി പാലം നിർമ്മിച്ചത്. മണലി പുഴയ്ക്ക് കുറുകെ പാലവും റോഡും നിർമ്മിച്ചതോടെ പ്രദേശവാസികളുടെ ജീവിതം തന്നെ മാറി. തൃശൂർ കൂട്ടാലയിലെ ശ്രീധരി പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വികസനം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീധരി പാലം എന്ന് പറയാം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലം വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഒരു പാലം മാത്രമായിരുന്നു. ഇന്ന് ഇതിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. 10.24 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ നിന്നും ചെലവിട്ടാണ് ഈ പാലവും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള അപ്രോച്ച് റോഡും തയ്യാറാക്കിയിരിക്കുന്നത്. മണലിപ്പുഴയുടെ കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നെന്നും ഈ പാലം വന്നതോടുകൂടി പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയെന്നും പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. പ്രദേശത്ത് തന്നെ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റം വരുത്തുന്ന അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതി. കെ രാജൻ MLA ആയി വന്നതിന് ശേഷമാണ് നമ്മൾ കേരള ഗവൺമെന്റിന്റെ കിഫ്ബി പദ്ധതിയിലൂടെ ഈ പാലത്തിന് 10 കോടിയിലധികം രൂപ ഫണ്ട് അനുവദിച്ച് 2-3 തലമുറയ്ക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു പദ്ധതിയായിട്ട് ഈ പാലം മാറ്റാൻ കഴിഞ്ഞത് അത് ഈ ഗ്രാമീണ മേഖലയ്ക്കകത്ത് പോലും ഇത്രയ്ക്കും വലിയ കരുതൽ നൽകുന്ന LDF സർക്കാരിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് ഈ പാലം. എന്തായാലും 30 മീറ്റർ നീളത്തിൽ 11 മീറ്റർ വീതിയിലുമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തോട് ചേർന്ന് 2 ഭാഗത്തും അപ്രോച്ച് റോഡുകളുമുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വികസനം വന്നുവെന്നും ഈ പാലം വന്നതോടുകൂടി പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് നാഷണൽ ഹൈവേയിലേക്കും മറ്റും പോകാൻ വലിയ തരത്തിൽ യാത്രക്കാർക്ക് സഹായകമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് വന്നതോടുകൂടി പ്രദേശത്തിന്റെ വികസനത്തിന് വലിയൊരു കുതിപ്പുണ്ടായി എന്നും പ്രദേശവാസികൾ പറയുന്നു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.